നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒന്നാണ് ത്രിരാഷ്ട്ര ചതുരാഷ്ട്ര പരമ്പരകളൊക്കെ. ഏകദിനത്തിൽ ത്രിരാഷ്ട്ര പരമ്പര തിരികെ എത്തുന്നു എന്ന ഒരു കാര്യം ഇപ്പോൾ പറയുന്നു ECBയുടെ CEO റിച്ചാർഡ് ഗൗൾട്ട്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ഒരു വർഷം 1.5 വർഷത്തിനിടക്ക് ഓൾറെഡി കുറച്ച് ട്രൈ സീരീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ തുടങ്ങിയ ടീമുകളെയൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹവും ഗൗൾട്ടും വലിയ രൂപത്തിൽ ഈ ടീമുകളെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ ഏകദിന ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് ട്രയാങ്കുലർ സീരീസ് വീണ്ടും കളിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ഒരു താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ട്രയാങ്കുലർ സീരീസ് ഓൾറെഡി അടുത്ത ഒരു വർഷം 1.5 വർഷക്കാലത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ ഫോർമാറ്റ് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇനി പ്രധാനപ്പെട്ട റോള് വഹിക്കും എന്ന് തന്നെ റിച്ചാർഡ് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിക്കറ്റ് 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്സിനൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. WTC ചാമ്പ്യൻഷിപ്പ് അത് ഫൈനൽസ് കൺസിക്യൂട്ടീവ്ലി ഇംഗ്ലണ്ടിലാണല്ലോ നടക്കുന്നത്. അതെന്തുകൊണ്ട് ചോദിക്കും. അദ്ദേഹം പറയുന്നത്, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഫാൻസിന് ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരായിട്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ ഫൈനൽ നടത്തിയാലും ആരൊക്കെ ഏറ്റുമുട്ടിയാലും സ്റ്റേഡിയം നിറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കളികൾ തുടർച്ചയായിട്ട് വരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 5 ടെസ്റ്റ് മാച്ച് സീരീസ് അത് ഇന്ത്യക്കെതിരെ ആണെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ ആണെങ്കിലും ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കോമ്പറ്റീഷൻ അതാണ്. ECB വളരെ ഹാപ്പിയാണ് ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കെതിരെയും 5 ടെസ്റ്റ് പരമ്പര കളിക്കുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രൂപത്തിലേക്ക് മാറ്റുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഷുഡ് പ്ലേ മോർ ക്രിക്കറ്റ് എന്നുകൂടി റിച്ചാർഡ് പറയുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോഴാണ് പലപ്പോഴും ഈ രാജ്യങ്ങൾക്കൊക്കെ റവന്യൂ കൂടുതലായിട്ട് കിട്ടുന്നത്. ഏതായാലും ട്രൈ സീരീസ് മടങ്ങിയെത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.